വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എന്തൊക്കെയുണ്ട് എല്ലാവരുടെയും വിശേഷം? അപ്പോൾ നമ്മൾ കുറച്ച് നാളായല്ലേ വീഡിയോസൊക്കെ ഇട്ടിട്ട്. ഞാൻ എൻ്റെ വീട്ടിലില്ലായിരുന്നു. ഞാൻ എൻ്റെ ഹസ്ബൻഡിൻ്റെ വീട്ടിൽ പോയതായിരുന്നു. എൻ്റെ നിക്കാഹ് കഴിഞ്ഞതാണ്. അപ്പോൾ ഞാൻ ഇടയ്ക്കൊക്കെ ഇതുപോലെ അവിടെ പോയി നിൽക്കാറുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ഈ ഒരു ചാനൽ തുടങ്ങിയത് ആർക്കും തന്നെ അറിയില്ല. അതുകൊണ്ട് തന്നെ ഞാൻ അവിടുന്ന് വീഡിയോസും കാര്യങ്ങളൊന്നും എടുത്തിട്ടില്ലായിരുന്നു. ആർക്കും അറിയില്ല എന്ന് വെച്ചാൽ എൻ്റെ ഹസ്ബൻഡിനും എൻ്റെ ഉമ്മാക്ക് എൻ്റെ ബ്രദേഴ്സിനൊക്കെ അറിയാം. വേറെ ആരെടുത്തും ഞാൻ പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് തന്നെ ഞാൻ പിന്നെ അവിടുന്ന് വീഡിയോസൊന്നും എടുക്കണ്ടെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ ഇതാ രാവിലെ എഴുന്നേറ്റ് ഒരു കപ്പ് ചായയൊക്കെ ആയിട്ട് ഇതാ ബാൽക്കണിയിൽ വന്നിരിക്കുകയാണ്. ഇങ്ങനെ കുറച്ച് സമയം ഇരിക്കും, പുറത്തത്തെ കാഴ്ചകളൊക്കെ ഇങ്ങനെ നോക്കി കുറച്ച് സമയം ഇങ്ങനെ ഇരിക്കും. ഇതെനിക്ക് ഭയങ്കര ഒരു റിലാക്സിങ് മൊമെൻ്റ് ആണ് കേട്ടോ. അപ്പോൾ ഞാനിതാ ടു ഡു ലിസ്റ്റും കാര്യങ്ങളൊക്കെ എഴുതി വെച്ചു. അത് കഴിഞ്ഞ് അനിയനെ ട്യൂഷന് കൊണ്ടുവിട്ടു. പിന്നെ ഇതാ വീട്ടിലെത്തിയതിനു ശേഷം ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുകയാണ്. ഇന്ന് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റിന് ഇതാ ഇറച്ചിയും പൂളിയായിരുന്നേ. ചിലവർ ഇതിന് എന്താ പറയുക കപ്പ ബിരിയാണി എന്നൊക്കെ പറയും. പക്ഷേ നമ്മുടെ മലപ്പുറത്ത് ഇതിനെ ഇറച്ചിയും പൂളി എന്നാണ് പറയുക. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. പൂള ഇങ്ങനെ പുഴുങ്ങി കഴിക്കുന്നതിനേക്കാളും എനിക്കിഷ്ടം ഇങ്ങനെ ബീഫൊക്കെ ഇട്ട് നല്ല അടിപൊളി മസാലയൊക്കെ ഇട്ട് ഇങ്ങനെ വെക്കുന്നതാണ്. അപ്പോൾ ഞാൻ അത് അത്യാവശ്യം നന്നായി കഴിച്ചിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞതാ എൻ്റെ ബെഡൊക്കെ റെഡിയാക്കുകയാണ്. സാധാരണ ഞാൻ രാവിലെ എഴുന്നേറ്റ് ഉടനെ ചെയ്യാറുണ്ട്. ചില ദിവസം ഇതാ ഇതുപോലെ മടി പിടിച്ച് അവിടെ ഇട്ട് പോരും. എന്നിട്ട് ഇതാ പിന്നെ വന്ന് ക്ലീൻ ചെയ്യും. അപ്പോൾ ഇതാ ഞാൻ നട്ട മണി പ്ലാന്റിന് പുതിയ തളിർപ്പൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. ഈ പ്ലാന്റിൻ്റെ അവസ്ഥ ഇനി എന്താണെന്ന് അറിയില്ല. നമുക്ക് നോക്കിയിരിക്കാം. അങ്ങനെ ഇതാ ഞാൻ താഴെ മേലേക്ക് അടിച്ചു വാരിയിട്ടു. അപ്പോഴേക്കും ഇതാ എനിക്ക് കൊറിയർ വന്നിട്ടുണ്ടായിരുന്നു. ഞാൻ ഫ്ലിപ്കാർട്ടിൽ നിന്നും മീഷോ നിന്നൊക്കെ ആയിട്ട് എന്തെല്ലോ സാധനങ്ങൾ ഈടായിട്ട് കുറേ ഓർഡർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ അതൊക്കെ ഒന്ന് അൺബോക്സ് ചെയ്യാണ് കേട്ടോ. എല്ലാം ഒന്ന് തുറന്ന് നോക്കുകയാണ്. റിട്ടേൺ അയക്കാൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ വേഗം ചെയ്യാമല്ലോ എന്ന് വിചാരിച്ചിട്ട്. പിന്നെ ഇങ്ങനെ എന്തെങ്കിലും പാക്കേജ് വരുമ്പോൾ നമുക്ക് ഭയങ്കര ഒരു ക്യൂരിയോസിറ്റി ആണല്ലേ. നമുക്കറിയാം എന്താണ് നമ്മൾ ഓർഡർ ചെയ്തതെന്ന്, എന്നാലും അതെങ്ങനെ ഉണ്ടെന്ന് കാണാനുള്ള ഒരു ക്യൂരിയോസിറ്റി എല്ലാവർക്കും ഉണ്ടാവും തോന്നണു. അപ്പോൾ ഞാൻ കുറേ സാധനങ്ങൾ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ വന്നത് എൻ്റെ സൺസ്ക്രീനും ലിപ് ബാം, പിന്നെ ഒരു ബ്ലാക്ക് ഷർട്ട്, അതേപോലെ തന്നെ
അങ്ങനത്തെ കുറച്ച് സാധനങ്ങളൊക്കെ ആയിരുന്നു. അപ്പോൾ ഞാനതെല്ലാം എന്താ പറയുക നോക്കിയതിന് ശേഷം എല്ലാം അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഞാനൊന്നും റിട്ടേൺ ചെയ്തില്ല. അപ്പോൾ ഞാനിതാ പിന്നെ തുടച്ചിടാം കേട്ടോ, അടിമേലൊന്നായിട്ട് തുടച്ചിടണം. പിന്നെ ഈ ഒരു ദിവസം എൻ്റെ ഉമ്മാക്കൊരു പ്രോഗ്രാം ഉണ്ടായിരുന്നു. അപ്പോൾ ഉമ്മ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി വെച്ച് ചോറ് മിസ് തന്നിരുന്നു. പിന്നെ എനിക്ക് മീൻ കട്ട് ചെയ്യാനും കറി ഉണ്ടാക്കാനൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാനത് ചെയ്തോളാം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇതാ ഞാൻ മീൻ മുറിക്കുകയാണ്. എനിക്ക് വലിയ കുഴപ്പമില്ലാണ്ട് മീനൊക്കെ കട്ട് ചെയ്യാനൊക്കെ അറിയാം കേട്ടോ. അപ്പോൾ ചെറിയ മിസ്റ്റേക്കൊക്കെ ഉണ്ടാവും, എന്നാലും ഞാൻ കുഴപ്പമില്ലാണ്ടൊക്കെ ചെയ്യും. അപ്പോൾ ഞാനിതാ എന്താ പറയുക അയലയായിരുന്നു നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നത്. എനിക്കിഷ്ടമാണ് ഈ മീൻ. അപ്പോൾ അത് കട്ട് ചെയ്തു. അയല നമുക്ക് ഫ്രൈ ചെയ്യാമെന്ന് വിചാരിച്ചു. പിന്നെ തക്കാളിക്കറി ഉണ്ടാക്കാം, പിന്നെ തൈര് ഇരിപ്പുണ്ട്. രാവിലത്തെ എന്താ പറയുക ഇതുണ്ടല്ലോ, നമ്മുടെ ഇറച്ചിയും പുളിയും. നമ്മൾ ഇറച്ചിയും പുളി അങ്ങനെ ചോറിൻ്റെ കൂടെ കഴിക്കാറില്ല കേട്ടോ. പക്ഷേ ഞാൻ മലയാളി മുംബൈ ഹെൽന എന്ന് പറഞ്ഞൊരു ചാനലുണ്ട്, അതിൽ അവർ കഴിക്കുന്നത് കണ്ടതാണ്. അതിനുശേഷം പിന്നെ ഞാനത് ബാക്കിയുണ്ടെങ്കിൽ ഞാനും അത് ചോറിൻ്റെ കൂടെ എടുക്കാറുണ്ട് കേട്ടോ. അപ്പോൾ ഇതാ എൻ്റെ എല്ലാ ജോലികളും തീർന്നിട്ടുണ്ട്. അങ്ങനെ ഞാൻ കുളിക്കാൻ വേണ്ടി പോയി. കുളി നിസ്കാരം എല്ലാം കഴിഞ്ഞതിന് ശേഷം ഇതാ മീൻ മസാല വെച്ച് വെച്ചത് ഫ്രൈ ചെയ്യാൻ കേട്ടോ. അങ്ങനെ ഇതാ ലഞ്ചും കഴിച്ചു. പിന്നെ ഞാനിപ്പോൾ ഇൻ്റർവെല്ലിൽ ട്യൂഷൻ എടുത്തു കൊടുക്കുന്നുണ്ട് കേട്ടോ കുട്ടികൾക്ക്. അതായത് ഒരു കുട്ടിക്ക് ഒരു ടീച്ചർ എന്നുള്ളതിൽ ഞാൻ ഹിന്ദിയാണ് പഠിപ്പിക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ പ്രിപ്പയർ ചെയ്യാമെന്ന് വിചാരിച്ചു. പിന്നെ അത്യാവശ്യം നല്ല ബാക്ക്ഗ്രൗണ്ട് നോയ്സും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. കോഴികൾ വല്ലാണ്ട് സൗണ്ട് ഉണ്ടാക്കുന്നുണ്ടായിരുന്നു ഞാനിങ്ങനെ വോയിസ് ഓവർ ചെയ്യുന്ന സമയത്ത്. എനിക്ക് ഇപ്പം തന്നെ ഇത് വോയിസ് ഓവർ കൊടുത്ത് ഞാൻ അപ്ലോഡ് ചെയ്തിടാമെന്നാണ് വിചാരിക്കുന്നത്. കാരണം എൻ്റെ ഫോണിൽ സ്പേസ് ഇല്ല. എനിക്ക് വേറെ വീഡിയോ എടുക്കണം എന്നുണ്ടെങ്കിൽ ഇത് അപ്ലോഡ് ചെയ്ത് ഡിലീറ്റ് ചെയ്തിട്ട് വേണം. അപ്പം ഞാൻ വേഗം തിരക്ക് പിടിച്ച് കൊടുക്കുന്നതാണ്. കോഴികളാണെങ്കിൽ നല്ല സൗണ്ട് ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ. എൻ്റെ വീട്ടിലെ കോഴികളുണ്ട്, അടുത്ത വീട്ടിലെ കോഴികളും എല്ലാവരും ഉണ്ട്. അപ്പോൾ അതൊന്ന് അഡ്ജസ്റ്റ് ചെയ്യാം. അങ്ങനെ ഇതാ വൈകുന്നേരം ചായക്ക് മധുരക്കിഴങ്ങായിരുന്നു. അപ്പോൾ അതെല്ലാം കഴിച്ച് ഞാനിതാ നേരെ ക്ലാസ് എടുക്കാൻ പോയിട്ടോ. 1.5 മണിക്കൂറാണ് ക്ലാസ്. പിന്നെ 1.5 മണിക്കൂർ എന്ന് പറയുമ്പോൾ 6 മണിക്ക് തുടങ്ങി 7:30 ആകുമ്പോഴേ തീരുള്ളൂ. പിന്നെ ഇതാ ഫുൾ ഞാൻ ക്ലാസ്സിലായിരുന്നേ.
അങ്ങനെ ഇതാ എൻ്റെ ക്ലാസ്സും കാര്യങ്ങളെല്ലാം കഴിഞ്ഞു. ഡിന്നറിൽ നിന്ന് നമുക്ക് ബീഫും പപ്പടവും എക്സ്ട്രാ ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് ഞാൻ എൻ്റെ ടു ഡു ലിസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്യാണ്, എന്തൊക്കെ ഞാൻ ചെയ്തു ചെയ്തില്ല എന്ന്. ഏകദേശം എല്ലാം ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു, ഒരു കാര്യം ഒഴികെ. അപ്പോൾ എന്താ പറയുക, അപ്പോൾ അതിനി നാളത്തേക്ക് മാറ്റി വെക്കണം, നാളെ ചെയ്യണം എന്നാണ് വിചാരിക്കുന്നത്. അതാണ് ടു ഡു ലിസ്റ്റിൻ്റെ ഒരു ഉപകാരം എന്ന് പറയുന്നത്. കാരണം നമുക്ക് ഓർമ്മയുണ്ടാവും ഇന്ന് ചെയ്യാത്തത്. അപ്പോൾ നാളെ നമ്മൾ ടു ഡു ലിസ്റ്റ് ചെയ്യുമ്പോൾ ഇന്നലെ ചെയ്യാത്ത കാര്യം കൂടെ നമ്മൾ എന്ത് ചെയ്യും, അതിൽ ആഡ് ചെയ്യും. എന്നിട്ട് അത് നാളെ ചെയ്യാൻ വേണ്ടിയിട്ട് ട്രൈ ചെയ്യും. അപ്പോൾ ഇതുവരെ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് ചെയ്ത് നോക്കുക. നല്ല കാര്യമാണ്. എസ്പെഷ്യലി ജോലിക്ക് പോകുന്നവർക്കൊക്കെ ഇത് ഉപകാരപ്പെടും. വീട്ടിലിരിക്കുന്നവർക്കാണെങ്കിലും നമുക്ക് നമ്മുടെ ജോലികളൊക്കെ പെട്ടെന്ന് ഒതുക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യും, ഇത് ഹെൽപ്പ് ചെയ്യും. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അങ്ങനെ ഞാൻ അതെല്ലാം കഴിഞ്ഞതാണ്, ടേബിളൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് റെഡിയാക്കിയതാ. എൻ്റെ വെള്ളക്കുപ്പിയിലെ വെള്ളം ഞാൻ തീർക്കുകയാണ്. അതേപോലെ ഈ വാട്ടർ ബോട്ടിലും നല്ല യൂസ്ഫുള്ളാണ് കേട്ടോ. ഇതിങ്ങനെ എന്താ പറയുക, സ്ട്രോ ഉള്ളതുകൊണ്ട് തന്നെ നമ്മളിങ്ങനെ അറിയാണ്ട് കുടിച്ചു പോകും. നല്ല യൂസ്ഫുള്ളായിട്ട് എനിക്ക് തോന്നി. വെള്ളം കുടിക്കാത്തവർക്കൊക്കെ ഇത് ഉപകാരപ്പെടും. ഞാൻ അല്ലെങ്കിലേ അത്യാവശ്യം വെള്ളം കുടിക്കുന്ന ആളാണ്. ഇതും കൂടെ ഉണ്ടായപ്പോൾ എൻ്റെ വെള്ളം കൂടി കുറച്ച് കൂടിയോ എന്നെനിക്ക് തന്നെ സംശയം. പക്ഷേ നല്ലതാണ്. ചില ദിവസം ഞാനും മറന്നു പോകാറുണ്ട്. അപ്പോൾ നിങ്ങൾ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ.